ഇഷ്ടപ്പെട്ട തൃഷയുടെ ഒരു കുറച്ച് കാലത്തെ തിരിച്ചു വരവ് നല്ല ഒരിതായിരുന്നു. ടോവിനോ സൂപ്പറാ. നല്ല പടം, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല പടം. ഐഡന്റിറ്റി കൊള്ളാം, നല്ല പടമാണ്, ക്ലാസ് പടമാണ്. നല്ല പടം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കൊള്ളാം. ഒരു ആവറേജ് ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് പോയി. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ വാവ് മൂമെൻറ്റ്സ് ഇല്ലായിരുന്നു. ഗുഡ്, നൈസ് ഫിലിം, അടിപൊളി, നല്ല പടം. സെക്കൻഡ് ഹാഫൊക്കെ നല്ല സീനായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഫ്ലൈറ്റ് പോർഷനൊക്കെ ഗംഭീരമായിരുന്നു. അടിപൊളി, സൂപ്പർ പടം, അടിപൊളി. ടോവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ പടം. നല്ലൊരു പടമാണ്, കാരണം നല്ലൊരു ആക്ഷൻ, ഒരു എൻഗേജിങ് ത്രില്ലറാണ്. നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റൊക്കെ എത്തുമ്പോഴാണ് ഒരു ഹാഫ് ആൻ അവർ നല്ലൊരു എൻഗേജിങ് ആണ്. നല്ല കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അഖിൽ ജോർജാണ് നമ്മുടെ ഫോറൻസിക്കൊക്കെ ചെയ്ത പുള്ളിയാണെന്ന് തോന്നുന്നു. ക്യാമറ നന്നായിട്ട് തന്നെ മൊത്തത്തിൽ പടം ഒരു വെൽ പാക്ഡ് ത്രില്ലറാണ്. നന്നായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ത്രില്ലർ ഒരു വല്ലാത്ത ത്രില്ലറാണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് അറിയില്ല, പക്ഷേ എന്നാലും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ടൊവിനോ കൊള്ളാം. പിന്നെ വിനയ് റോയ് അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറേ നാളത്തിന് ശേഷം നമുക്ക് കണ്ട ഒരു പെർഫോമൻസ് കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു എൻഗേജിങ് ത്രില്ലറാണ്. നല്ല പടം, നല്ല വെറൈറ്റി ഉണ്ട്. ടോവിനോ സൂപ്പർ പടം, നല്ല പടം, അടിപൊളി. അടിപൊളി. ടോവിനോ ഏറ്റവും ബെസ്റ്റ്. നന്നായിരുന്നു. അതെ, സൂപ്പറായിരുന്നു. ടോവിനോ സൂപ്പർ. ടോവിനോ പെർഫോമൻസ് വൈസ് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്ത ഒരു പടമാണെന്ന് തോന്നുന്നു. അടിപൊളി മൂവി. ടോവിനോ സൂപ്പറുണ്ട്. ടോവിനോ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സിനിമയാണ്, കൊള്ളാം. ടോവിനോ സൂപ്പറായിട്ടുണ്ട്. വലിയ ഒന്നും നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ല കഥ എന്തുവാന്നുള്ളത്. ആക്ച്വലി പിടികിട്ടിയില്ല. എന്തൊക്കെയോ കാട്ടിക്കുട്ടൽ പരിപാടികൾ, അത്രയേ ഉള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. എസ്തെറ്റിക്കലി അത്ര ഭംഗിയുള്ള സിനിമയല്ല. കുറേ സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ പോയി. കഥ എന്താണെന്നും മനസ്സിലായില്ല.